ഡയറക്ടറിന്റെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ആർട്ടിസ്റ്റുകൾ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നവന്മാരാണ് ഈ സഹിക്കാൻ വയ്യാത്തത്. അവന്മാർക്ക് 7,00,000 രൂപ ആവുമെന്ന് പറഞ്ഞു, അത് കുറയാൻ പറ്റത്തില്ല, എന്റെ വരത്തില്ല, മറ്റു സിനിമയ്ക്ക് ഡേറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു. യൂണിറ്റിൽ ഒരു 10 പേരുണ്ടെങ്കിൽ ഞാൻ ആ 10 പേരെ വിളിക്കും. പക്ഷെ ഞാൻ അതിന്റെ ബില്ല് കൊടുക്കുന്നത് 15 പേരുടെ ആയിരിക്കും. അത് ആദ്യം പറയാമല്ലോ. ഇതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്നത് പറഞ്ഞാൽ ഈ ഇപ്പം ഞാനൊരു സിനിമ ഇപ്പം ഞാൻ ഒരു കൺട്രോളർ ആണെങ്കിൽ എൻ്റെ അണ്ടറിൽ കുറച്ച് ആൾക്കാരൊക്കെ കാണും. അതായത് എൻ്റെ ഇതിനൊക്കെ കൂട്ടി നിൽക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ കാണും. അവരെയൊക്കെ എടുത്തിടത്തുള്ളൂ, വേറെ പുറത്തുനിന്ന് ആളെ വിളിക്കത്തില്ല. അപ്പോൾ അവർക്ക് റെഗുലറി വർക്ക് കാണും. ഞാൻ വലിയ കൺട്രോൾ, എൻ്റെ കുറേ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ കാര്യമൊക്കെ സെറ്റപ്പ് ഉണ്ട്. അവർക്ക് ആ ശമ്പളമൊക്കെ കിട്ടും. പക്ഷെ അവരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ അവർ പോലും അറിയാതാണ് ഇവന്മാർ. ഇപ്പം ഞാൻ എൻ്റെ ഒരു യൂണിറ്റിൽ ഒരു 10 പേരുണ്ടെങ്കിൽ ഞാൻ ആ 10 പേരെ വിളിക്കും. പക്ഷെ ഞാൻ അതിൻ്റെ ബില്ല് കൊടുക്കുന്നത് 15 പേരുടെ ആയിരിക്കും. എനിക്ക് വന്ന് തലേന്നെ എടുക്കാൻ പറ്റില്ല. യൂണിറ്റിലെ 2 പേര് ജനറേറ്ററിൻ്റെയും പിന്നെ ട്രോളിയുടെ ഒക്കെ ആൾക്കാരെന്ന് പറഞ്ഞ് എനിക്ക് ഇതാണ് സ്ഥിരം പരിപാടി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ആർട്ടിസ്റ്റിൻ്റെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ആർട്ടിസ്റ്റിന് പെർ ഡേ 50,000 രൂപ വെച്ചിട്ടായിരിക്കും പെർ ഡേ. ഒരു ചെറിയ ആർട്ടിസ്റ്റ്, അത്യാവശ്യം വന്ന് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ, നല്ല ആർട്ടിസ്റ്റുകൾ, അവരുടെ ശമ്പളം കൊടുത്തേ പറ്റും. കാര്യം അവർക്ക് അത്രയുള്ളൊരു എല്ലാവർക്കും ആൾക്കാരെയൊക്കെ അറിയാം, അത്യാവശ്യം OTT എല്ലാം അറിയാം. അപ്പോൾ അവരുണ്ടായിട്ട് നമുക്ക് പകുതി, ഈ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം പകുതി ജോലി കുറഞ്ഞ് കിട്ടും. പെട്ടെന്ന് അടിപൊളി അവർ പറയുന്ന പെർഫോമൻസ് കിട്ടും. അപ്പോൾ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത്ര ക്വാളിറ്റി ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ ക്വാളിറ്റി കുറയ്ക്കുന്ന ഇടയ്ക്ക് നിൽക്കുന്ന ഇതേപോലെ കൺട്രോളർമാരാണ്. അവനിക്ക് ഈ ആർട്ടിസ്റ്റുകൾക്ക് 50 രൂപ കൊടുക്കത്തുള്ളെങ്കിലും ഇവന്മാർ നമ്മൾ എടുത്ത് പറയും 75 രൂപ വെച്ച് ഡെയിലി കൊടുക്കണം എന്ന് പറയും. അപ്പോൾ നമ്മൾ 10 ദിവസമാകുമ്പം, എക്സാമ്പിൾ 10 ദിവസമാകുമ്പോൾ നമ്മൾ 5 ലക്ഷം രൂപ അദ്ദേഹം ആർട്ടിസ്റ്റിന് കൊടുത്താൽ മതി. അതിനുള്ള ഫെസിലിറ്റി 5 ലക്ഷം രൂപയും കൊടുത്താൽ മതി എന്ന് വെച്ചു. ഇയാളത് 7,00,000 രൂപ കൊടുക്കണമെന്ന്. പക്ഷെ നമ്മൾ നേരിട്ട് ഇപ്പം ആയിട്ട് നേരിട്ട് സംസാരിച്ച് ഇതേപോലെ കാര്യങ്ങളൊക്കെ പറയാമെന്നെങ്കിൽ അവരത് 10 ദിവസത്തേക്ക് 4 ലക്ഷം രൂപയ്ക്ക് അവർ റെഡിയാണ്. കാര്യം ഇന്ന് വരെ വാശി പിടിക്കുന്ന ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ നമ്മുടെ ഈ പ്രൊഡ്യൂസറിന്റെ സൈഡിൽ തന്നെ, പ്രൊഡ്യൂസറിന്റെ ഡയറക്ടറിന്റെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ആർട്ടിസ്റ്റുകൾ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നവന്മാരാണ് ഈ സഹിക്കാൻ വയ്യാത്തത്. അവന്മാർക്ക് 7,00,000 രൂപ ആവുമെന്ന് പറഞ്ഞു, അത് കുറയാൻ പറ്റത്തില്ല, എന്റെ വരത്തില്ല, മറ്റു സിനിമയ്ക്ക് ഡേറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹം ഉണ്ടെങ്കിൽ സിനിമ ഒന്നുകൂടെ കളറാവുമെന്ന് പറഞ്ഞ് നമ്മളെ കൊടുക്കുകയും ചെയ്യും. ഈ 2,50,000 രൂപ ആർക്കാ പോകുന്നത്? ഇയാളെ പോക്കറ്റിലാണ് പോകുന്നത്. പക്ഷെ ആർട്ടിസ്റ്റ് അടുത്ത് നമ്മൾ നേരിട്ട് വരുമ്പോഴല്ലോ, ഇവന്മാർ പറഞ്ഞ അത്രയും ഒരു പരിപാടിയും, ഇവന്മാർ പറഞ്ഞ അത്രയും ഒരു ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നും നല്ലൊരു വ്യക്തിയായിരിക്കും. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇടയ്ക്ക് നിൽക്കുന്നവന്മാരുണ്ടല്ലോ, നമ്മളിട്ട് മുട്ടിക്കാനും പോത്തില്ല. ഇതാണ് ഇന്ന് ഇൻഡസ്ട്രി നടക്കുന്നത്. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പടം എടുക്കാൻ നേരത്ത് ഏത് ആർട്ടിസ്റ്റല്ല അവരുമായിട്ട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു പ്രോഫിറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പടം എടുക്കുന്നവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിക്കോ, അതാണ് നല്ലത്.